ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അല്ല ഉമ്മ ഇന്നെന്താ ചോർന്ന സുന്ദരിയാണ്. ഓക്കെ, വെരി ഗുഡ്, കീപ് ഇറ്റ്. ഓ, എന്താണാവോ? നാരങ്ങ കറി. ഇത് വടുകപ്പുളി നാരങ്ങ. അതിന്റെ ഒരു അച്ചാറോ കറി എന്നൊക്കെ പറയാം. അച്ചാറിന്റെ രൂപത്തിലല്ല അത്. അപ്പൊ ഇതിന് നാരങ്ങ കറി എന്നാ ഞങ്ങൾ പറയാം. ഞങ്ങളും അങ്ങനെ തന്നെ നാരങ്ങ കൊണ്ട് ഉണ്ടാക്കിയ നാരങ്ങ. കഷ്ണങ്ങളാക്കി മുറിച്ചു. പിന്നെ അതിന് വേണ്ട സാധനങ്ങള് പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി, പുളിയും ശർക്കരയും കൂടി തിളപ്പിച്ച് വെച്ചതാണിത്. തിളപ്പിച്ചിട്ട് എടുത്തതാണ്. പിന്നെ കായം, ഉണക്കമുളക്, ഉലുവ, കടുക്, മഞ്ഞൾ, ഉപ്പ്. അല്ല അമ്മ, ഈ ഞങ്ങളെന്ന് ഉദ്ദേശിച്ചാരാ? നിങ്ങൾ മാത്രം അങ്ങനെ പറയാ? എന്റെ വീട്ടില്. അപ്പൊ എല്ലാവരുടെ വീട്ടിലും നാരങ്ങയും കൊണ്ട് ഉണ്ടാക്കിയ നാരങ്ങ കറി തന്നെ. അച്ചാറ് രൂപത്തിൽ വേറെ ഉണ്ടാവും. ഇത് പുളിയൊക്കെ ഒഴിച്ചിട്ടുള്ള. അപ്പൊ ഇതിന് നാരങ്ങ കറി. അപ്പൊ ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. നല്ലെണ്ണയിൽ ഉണ്ടാക്കാം. എനിക്ക് പക്ഷേ നല്ലെണ്ണ വളരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ്. നല്ലെണ്ണയിൽ ഉണ്ടാക്കാത് കേട്ടോ. അപ്പോൾ കടുകിടാൻ പോവായിരിക്കും. നീ ഒന്ന് മാറിക്കും, ഇന്നത്തെ പോലെ എന്നെ കുറ്റം പറയരുത്. അപ്പോൾ കടുകിട്ടു. പിന്നെ കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കണ്ട. ഇനി 2 മണി ഉലുവ, കൂടുതൽ വേണ്ട. 2 മണി ഉലുവ. ഓക്കെ, ഇനി ഉണക്കമുളകായിരിക്കും. ഇതൊക്കെയാണ് ഈ കറികൾക്ക്. അപ്പോൾ ഉണക്കമുളക് ഇട്ടു. ഞാൻ പച്ചമുളക് ഇടാൻ പോവുകയാണ്. കുറച്ച് ദൂരെ മാറി പച്ചമുളക് ഇട്ടു. കുറച്ച് കറിവേപ്പില ഇട്ടു. ഇന്നിപ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കാൻ വേണ്ടി ചോദ്യം തരണം. എന്നൊരു ചോദ്യം ഉണ്ടല്ലോ, അത് നമ്മുടെ ഒരു ഉത്തരം ഉണ്ടല്ലോ. ഞാൻ ഇന്ന് ചോദിക്കാൻ പോണത് അമ്മനൊരു ചെറിയ കുട്ടിയുടെ ആ ബാല്യകാലത്തേക്ക് കൊണ്ടുപോകാൻ പോവാണ് കേട്ടോ. അതാണെന്ന് എൻ്റെ ഉദ്ദേശം. എന്ന് വെച്ചാൽ അമ്മയ്ക്കും ഇഷ്ടാവും കേൾക്കണം, എനിക്കും ഇഷ്ടാവും. പിന്നെ ഇത് കേട്ട് സഹിക്കണം അവർക്കും ചിലപ്പോൾ ഇഷ്ടാവുമായിരിക്കും. എനിക്കും, കാരണം അവർക്കും ഉണ്ടാവില്ല ഒരു ബാല്യകാലം. അപ്പോൾ അന്നത്തെ ആ ബാല്യകാലത്തിന് ചില ഓർമ്മകളിലേക്കാണ് ഞാൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യരും ഉണ്ടാവില്ലല്ലോ. എന്ന് വെച്ചാൽ അമ്മ, ഇപ്പം നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കാനില്ല. ഇപ്പം നമ്മുടെ ഓണാഘോഷങ്ങളുടെ സമയമാണ് അല്ലേ? ഏതാണ്ട് ഓണം അടുത്തുകൊണ്ടിരിക്കണം. അല്ല, ഓണം ആയിക്കൊണ്ടിരിക്കണം. ഓരോ ദിവസവും ഓണങ്ങൾ തന്നെയാണ്. അപ്പം ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താ വെച്ചാൽ, ഇപ്പം ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ചോദിച്ചോട്ടെ. ഇപ്പം ഞങ്ങൾ മക്കളൊക്കെ ജനിക്കുന്നതിനേക്കാളും മുമ്പ്, അച്ഛനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ്. അതന്നെയാണല്ലോ ബാല്യം. അല്ല, അമ്മ ബാല്യത്തിലാണല്ലോ കല്യാണം കഴിച്ചത്. എന്നാ ശരി. അപ്പോൾ അച്ഛനും അമ്മയുടെയും ഒക്കെ കാലഘട്ടം, അമ്മയ്ക്കൊരു അച്ഛമ്മയോ അവരൊക്കെ ഉണ്ടായ ആ അച്ഛമ്മ, അച്ചാച്ചൻ, അപ്പൂപ്പൻ ഇങ്ങനെയൊക്കെ പറയുമല്ലോ. അവർ അമ്മാവൻ, ചെറിയച്ഛൻ, വലിയച്ഛൻ, ഇവൻ്റെയൊക്കെ കാലഘട്ടത്തിൽ നിങ്ങൾ കുട്ടികളായിട്ടുള്ളൊരു കാലല്ലേ, ആ കാലത്തെ ഓണത്തിൻ്റെ ഒരു ഓർമ്മകൾ എന്ന് വെച്ചാൽ ആരും ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ഓർമ്മിക്കാൻ കൊതിക്കുന്ന ആ ബാല്യകാലത്തേക്ക് ഒരു തിരിച്ചുയാത്ര. എന്ന് വെച്ചാൽ അന്നത്തെ ഒരു ഓണം എങ്ങനെയായിരുന്നു, എന്ന് വെച്ചാൽ അന്നത്തെ ഓണത്തിൻ്റെ ആ ഒരു രീതികൾ എങ്ങനെയായിരുന്നു. ഞാനിത് ചോദിക്കാൻ തന്നെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, സ്വാഭാവികമായിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലാണല്ലോ ജനിച്ചത്. അപ്പോൾ അവിടുത്തെ ആ കൂട്ടുകുടുംബം, അപ്പോൾ എൻ്റെ കാലം തന്നെ അത്ര സുന്ദരമാണെങ്കിൽ, അത്ര സ്വർഗതുല്യമാണെങ്കിൽ, നിങ്ങളുടെ ആ കാലം എങ്ങനെയായിരിക്കും? ഒന്ന് പറഞ്ഞു തന്നിൻ്റെ അമ്മ. എല്ലാവർക്കും ഒന്ന് പറയുക, ഒന്ന് കേൾക്കുക. ഓണത്തിന് അനുഭവങ്ങൾ നമ്മളോടൊന്ന് പങ്കുവെക്കുക. എന്താ അറിയോ, എൻ്റെ ബാല്യത്തിലെ ഓർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഓണം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഞങ്ങളുടെ വീട്ടിലൊരു ആഘോഷമാണ്. ഇപ്പം നമ്മൾ ഈ കല്യാണം കാര്യങ്ങൾക്കല്ല ഒരുപാട് ആൾക്കാരെ കാണുക. അന്ന് അങ്ങനെയല്ല. എൻ്റെ വീട്ടിലെ ഓണം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മമ്മ, അച്ഛമ്മ, ചെറിയച്ഛന്മാർ, വലിയച്ഛന്മാർ,
മാമന്മാര് അവരുടെ കുടുംബം ഉണ്ടാവുമല്ലോ, ഭാര്യ, 2 കുട്ടികൾ, 3 കുട്ടികൾ, അങ്ങനെ ഉണ്ടാവുമല്ലോ, അവരെല്ലാവരും ഉണ്ടാവും. അങ്ങനെ അപ്പോ ഞാൻ എൻ്റെ ഭാഗ്യം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പെണ്ണാണല്ലോ അന്ന് കേട്ടോ. അന്ന് എൻ്റെ അച്ഛന് 4 മക്കള് ഉള്ളൂ. ആ അപ്പളത്തെ കഥയാണ്. പിന്നീട് കുടുംബം കൂടി. ആ 4 മക്കൾ എന്ന് പറഞ്ഞാൽ 10 മക്കളാണ്. 10 മക്കളാണ്. ആദ്യത്തെ പെൺകുട്ടി അമ്മ, പിന്നെ അതിന്റെ താഴെ 3 ആൺമക്കള്. ആ സമയത്ത് പറയണ്ടല്ലോ, ഞാൻ അവിടുത്തെ ഒരു എന്താ പറയാ, ഒരു ഒരേ ഒരു പെൺകുട്ടി. അങ്ങനെ ഒരു ആ അപ്പുറത്തെ ഒരു ഓണക്കാരൻ അങ്ങനെ. അപ്പൊ എനിക്കാണ് ഏറ്റവും വലിയ പ്രാമുഖ്യത അങ്ങനെ. പിന്നെ അന്ന് എനിക്ക് ഒരുപാട് ഇങ്ങനെ ബുദ്ധി ഇല്ലെങ്കിലും ഒരുപാട് ആഘോഷങ്ങളെ പോലെയൊക്കെ കാണാനാണ് താല്പര്യം. അതായത് ഒരു ഓണം നിറയെ വീട്ടിലെ ആൾക്കാർ അങ്ങനെ. പിന്നെ എൻ്റെ ആമക്കളുണ്ടായിരുന്നല്ലോ 3 പേര്, അവരുടെ താഴെ വീണ്ടും കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായല്ലോ. പിന്നെ കുറച്ചൊരു ബുദ്ധിയെ കുറയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒന്ന് കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ ശരിയുണ്ട്. മഞ്ഞപ്പൊടി, മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ട്. ഇത് ഇത്ര എരിവോട് കൂടി ചൊടിയായിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഓണത്തിന് ഉണ്ടാക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മൾ ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ഏതാണ്ട് ഓണം വരെയൊക്കെ. അല്ലാണ്ട് അന്നൊരു ദിവസം നമുക്ക് ഇത് മുഴുവൻ ഉണ്ടാക്കി കാണിക്കാൻ പറ്റുമോ? അതുപോലെയല്ല, ഇത് പെട്ടെന്ന് അങ്ങോട്ട് വേവും, അത്രയ്ക്ക് വേവരുത്. അല്ല അമ്പുജമ്മ, നമുക്ക് അന്നൊരു ദിവസം ഇത് മുഴുവൻ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. മുഴുവൻ ഉണ്ടാക്കാൻ പറ്റിയായിരിക്കും, കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റില്ല. അതുമല്ല, അങ്ങനെ മുഴുവൻ ഉണ്ടാക്കി ഒരു ദിവസം നമുക്ക് ഒരുപാട് ആൾക്കാരൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീടൊക്കെ ആണെങ്കിൽ ഓക്കെ, ഓരോരുത്തർ ഓരോന്നുണ്ടായിക്കൊണ്ടാണ് നമുക്ക് കാണിച്ചു കൊടുക്കാം. അതെ. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കൂടി ഇരിക്കട്ടെ കേട്ടോ. പിന്നെ കുറച്ച് കായം ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്കിത് അളവ് പറയുന്നതുകൊണ്ട് ഞാൻ ഇതിൽ കൊട്ടുന്നുള്ളൂ. 1/2 സ്പൂൺ കായം. അപ്പൊ അമ്മ മാത്രമായിരുന്നു ഒരു പെൺകുട്ടി, അങ്ങനെ 3 ആൺകുട്ടിയോട് മാത്രമാണ്. അതിനുശേഷമാണ് ബാക്കി പെൺകുട്ടിയോടും ആൺകുട്ടിയോടും പിന്നെ ഉണ്ടായി. അപ്പോൾ പിന്നെ കുറെ പെൺകുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ 10 മക്കളായല്ലോ. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഓണത്തെ കുറിച്ച് നല്ല ഓർമ്മയാണ്. അതിന്റെ മുമ്പ് ഇങ്ങനെ കുറെ ആഘോഷങ്ങൾ അങ്ങനെ നമുക്ക് ഓർമ്മയുണ്ട്, കുറെ ആൾക്കാരൊക്കെ ആയിട്ട് അത്രയ്ക്ക് ബുദ്ധിയില്ലല്ലോ. പിന്നെ ഇതൊക്കെ ആയ സമയത്ത് ഞങ്ങൾക്ക് ബുദ്ധി. അപ്പൊ ഇതേപോലെ അന്നും നല്ല ബുദ്ധിയില്ലാത്ത സമയം. പിന്നെ എന്താ അറിയോ, ഞങ്ങളുടെ ഓണം എന്ന് പറഞ്ഞാൽ ഇത് ഏതാണ്ട് ഞങ്ങളുടെ കുടുംബക്കാരെ അല്ലെങ്കിൽ തന്നെ 10 മക്കളും അച്ഛനും അമ്മയും പിന്നെ അമ്മമ്മ അച്ഛമ്മ അവരൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ. പിന്നെ മാമന്മാരും ഒരു ചെറിയ വീട്ടിൽ തന്നെയാണ്. പിന്നെ 1-2 മാമന്മാർ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ തന്നെ അവിടെ 10-20 പേരുണ്ട്. പിന്നെ ആങ്ങളമാരുടെ കൂട്ടുകാരായിട്ടൊക്കെ. പക്ഷെ ഓണം എന്ന് പറയുമ്പോൾ അതുമല്ല, ഇവരുടെ ഒക്കെ കുടുംബം വരുമല്ലോ. വേറെ വീടുകളിലുള്ള മാമന്മാരും വലിയച്ഛന്മാരുടെ എല്ലാം കുടുംബം ഒക്കെ വരും. അവരെന്നെ 10-50 പേരാവും. പിന്നെ അവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം വിജയപുര എന്നാണ് അതിൻ്റെ പറയുക. വിജയപുര എക്സ്റ്റൻഷൻ. അതായത് അവിടെ നിറയെ ആൾക്കാരെന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയോ, എല്ലാം മിക്സ്ഡാണ്. കാരണം മിക്സഡ് ആയിട്ടുള്ള ആൾക്കാർ. കാരണം ആരൊക്കെ മുസ്ലിംസ് കൂടുതൽ ഉണ്ട്, ഹിന്ദുക്കളും ക്രിസ്ത്യൻസ് അതിൻ്റെ കുറച്ച് കുറവ്, പിന്നെ ഹിന്ദുക്കളും കൂടുതലുണ്ട്. അങ്ങനെയാണ്. പക്ഷെ അവിടെ ഭയങ്കര ഒത്തൊരുമയാണ്. ജാതി മതം അങ്ങനെ ഒന്നുമില്ല, ഒരു വ്യത്യാസം. പഞ്ചാബികളുടെ പഞ്ചാബികളുടെ ഒരു 4-5 വീടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ എല്ലാവരും ഒത്തൊരുമയുടെ എന്തു സന്തോഷം അറിയാം. വഴക്കും വയ്യാവരും ഒന്നുമില്ല, എന്ത് രസമായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളുടെ ഓണം എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഞങ്ങളുടെ വീട്ടിലാണ്. 100-250 പേർക്ക് അന്ന് സദ്യ ഉണ്ടാക്കും. അമ്മ മാത്രമല്ല കേട്ടോ, അമ്മ മാത്രമൊന്നും ഉണ്ടാക്കാൻ പറ്റിയ സഹായത്തിന് ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഞങ്ങളുടെ വീട്ടിലെ ഭക്ഷണം. അതുപോലെ അവരും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരുപാട്. പിന്നെ ഈ വീട്ടിലുള്ള ബന്ധുക്കളില്ലേ, അവർക്ക് എല്ലാവർക്കും അച്ഛൻ ഡ്രസ്സ് എടുക്കും. പക്ഷെ അന്നൊക്കെ എങ്ങനെയാ, ഈ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു കുറ്റം പറയാ, എനിക്ക് അത് കിട്ടിയില്ല. ഇവരും കൊണ്ട് പോയിട്ടാണോ ഡ്രസ്സ് എടുക്കുക? അല്ലല്ല, അച്ഛൻ എല്ലാം കൊണ്ടുവരും, എല്ലാം അറിയാം. അപ്പൊ ഞാനൊക്കെ കൂടെ പോകാറുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇത്രേ വേവാൻ പാടുള്ളത്. എന്നിട്ട് ഇത് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ ശർക്കരയും പുളിയും കൂടി തിളപ്പിച്ചതാണിത്. ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഒരു 3/4 ഗ്ലാസ്സിൽ കുറവ് ആവണ വരെ വറ്റിച്ചെടുത്തതാണ്. അത് ഓഫ് ചെയ്തതിൻ്റെ ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതിങ്ങനെ കുറേ നേരം വെക്കണം. അത് പിന്നെ തിളപ്പിക്കരുത്. അതാണ് ഇങ്ങനെയാണ് എൻ്റെ അമ്മ ഉണ്ടാക്കുക.
അപ്പോൾ ഇത് ഈ ഉരുളിയിൽ ഇരുന്നിട്ട് എല്ലാം പാകമാവും. എന്നിട്ടിത് കറക്റ്റായി വരും. അപ്പോൾ ഈ ഒരു കഷ്ണങ്ങളും അങ്ങനെ കിട്ടണം, അല്ലാണ്ട് മുഴുവൻ ഇങ്ങനെ ഉടഞ്ഞ് വെന്ത് പോയാൽ ഇതിന് സ്വാദില്ല. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഞാൻ നോക്കട്ടെ അവിടെ. അയ്യോ, നാട്ടിലേക്ക് കൊണ്ടുപോയി പോയി. കറക്റ്റാണോ? കുറച്ച് ഉപ്പ് വേണം. എന്താ സ്വാദം അറിയോ? വയൽ വെള്ളം വന്നമ്മ, വയൽ വെള്ളം. എത്ര ചെറുനാരങ്ങ മാങ്ങാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. ഇതിങ്ങനെ ഇരിക്കില്ലേ, ഇത് ഒരു 2 മണിക്കൂറോ അല്ലെങ്കിൽ നാളെയൊക്കെ എടുക്കുമ്പോൾ ഇതിനൊക്കെ നല്ല സ്വാദായിരിക്കും. ഇത്രേ വേണ്ടു. ഇതിന് ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് നാരങ്ങ ഇത് ഒഴിക്കട്ടെ, അടച്ചു വെക്കാം. അപ്പോൾ ഈ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ അമ്മയും കൂടി പോകും. ഞാനും അമ്മയൊക്കെ പോകും, എല്ലാവരും കൊണ്ടുപോകും. എന്തിനാ ബുദ്ധിയില്ലാത്ത അമ്മ പോകണം? അമ്മയല്ലേ പറഞ്ഞു നമുക്ക് എന്താ ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോഴൊക്കെ കുറച്ച് ബുദ്ധിയൊക്കെ ആയില്ല. ഡ്രസ്സ് മേടിക്കുമ്പോൾ തുണിക്കട പോകുമ്പോൾ നമുക്ക് ബുദ്ധി വരും. 12 വയസ്സാകുമ്പോൾ എൻ്റെ അച്ഛനോ ഏതാണ്ട് കടയിലേക്കൊക്കെ പോകുമ്പോൾ ഞാനൊക്കെ പോകാറുണ്ട്. എനിക്ക് അച്ഛൻ്റെ കൂടെ പോകാൻ ഇഷ്ടമാണ്. അത് പിന്നെ ഉണ്ടാവുമല്ലോ. നിനക്ക് കുറ്റം അല്ല, ഉണ്ടാവണല്ലോ. അങ്ങനെ ഞാൻ എല്ലാവർക്കും ഡ്രസ്സ് വെച്ചിട്ട് വരും. എന്നിട്ട് അവരവരുടെ ഡ്രസ്സൊക്കെ തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പൊക്കെ കൊടുക്കും കേട്ടോ. ഒരു മനുഷ്യൻ കുറ്റം പറയുന്ന രീതിയിലുണ്ടാവില്ല. അവരവർക്ക് ഇഷ്ടപ്പെട്ട കളറുകളായിരിക്കും. അയ്യോ ഏട്ടൻ നോക്ക്, എനിക്ക് ഇഷ്ടപ്പെട്ട കളർ എടുത്തു, അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അതെന്താന്ന് പറഞ്ഞാൽ ഓരോരുത്തരും മനസ്സറിയാം മൂപ്പർക്ക്. അങ്ങനെ എല്ലാ ഡ്രസ്സുകളും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ അവരൊക്കെ ആ ഓണത്തിന് ആ ഡ്രസ്സ് എടുത്ത് അവരുടെ സന്തോഷം, പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന ഭക്ഷണം വിളമ്പലും കൊടുക്കലും എന്തൊരു ആഘോഷമാണ് അറിയോ. ഇന്നൊക്കെ വല്ല കല്യാണത്തിലൊക്കെ പോകുമ്പോഴല്ലേ അങ്ങനെയൊക്കെ ഇന്നൊരു ഓണം എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? വലിയൊരു കൂട്ടുകുടുംബം, അതിൻ്റെ ഒപ്പം കുറേ ബന്ധുക്കൾ വരിക, അതിൻ്റെ ഒപ്പം അയൽപ്പക്കത്തു നിന്ന് കുറേ എല്ലാ ആൾക്കാരും കൂടിയിട്ടൊന്ന് വരിക. അപ്പൊ എന്തറിയോ, അങ്ങനെ പല ആഘോഷങ്ങളും ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ. എന്താണെങ്കിലും നല്ല നല്ല ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ ഒത്തൊരുമിച്ചാണ് എൻ്റെ അച്ഛൻ്റെ ഇഷ്ടം. ഒരുമയോടുകൂടി എല്ലാവരും കുറെ ആൾക്കാരൊക്കെ കൂടി ഇങ്ങനെ നടത്താൻ. യഥാർത്ഥത്തിൽ അതല്ലേ ആഘോഷം? സത്യത്തില് അല്ല, ചില വീടുകളിൽ നമ്മളായി നമ്മുടെ പാടായി ഒരു അച്ഛനും അമ്മയും 2 മക്കളും ഉണ്ടാവും, അല്ലെങ്കിൽ അച്ഛനും അമ്മയും മരുമക്കളും മക്കളൊക്കെ ഉണ്ടാവും. ഇവർ നേരെ ഒരു പ്ലാൻ ചെയ്യും, എവിടെ നിന്ന് പോയി ഒരു ടൂർ അടിച്ച് ഇങ്ങോട്ട് തിരിച്ചു വരും. ഒരു ബന്ധുക്കളോട് ഒരു ബന്ധങ്ങളോട് ഒരു വിലയില്ലാണ്ട് അങ്ങോട്ടും പോവില്ല ഇങ്ങോട്ടും പോവില്ല. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെക്കാളിലും വലുത് ഞാൻ, എന്നെക്കാളിലും വലുത് നീ വന്നില്ല മനസ്സിലായിരിക്കും. പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഹായ് ഹാപ്പി ഓണം എന്ന് പറയാനല്ലാതെ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക, ഇല്ലാത്തവനെ വീട്ടിലേക്ക് വിളിച്ച് ഉള്ളവൻ മനസ്സറിഞ്ഞ് കൊടുക്കുക എന്ന് വെച്ചാൽ നാളെ അത് പറഞ്ഞു നടക്കാത്ത രീതിയിൽ. അന്നത്തെ കാലമൊക്കെ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഒരു വീട്ടിലേക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് വീടിൻ്റെ നമ്മുടെ സ്വന്തമാണ്. അവിടെ ഇല്ലാത്തവനും ഇല്ലാത്തൊരു വീടാണ് നമ്മുടെ വീട് ഞാൻ കണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ അച്ഛൻ അതുപോലെ ഒരു തലമുറയായിട്ടില്ല ഞാൻ വേണമെങ്കിൽ പറയാം. അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ആഘോഷത്തിന് എന്തുമാത്രം പൈസ ചെലവാക്കിയാലോ അതിനെക്കുറിച്ച് ഒരു ചിന്തയോ അതിനെക്കുറിച്ച് ഓണമായിട്ട് ഇത്ര ചെലവാ അങ്ങനെയൊന്നും ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല. ഓണം, വിഷു, പിന്നെ അവിടെ ദസറ, അങ്ങനെയുള്ളതിനൊക്കെ അങ്ങനെ ഒരുപാട് കാശ് ചെലവാകുമല്ലോ. പക്ഷെ എൻ്റെ അച്ഛനോ അമ്മയോ ആവട്ടെ അതിനെക്കുറിച്ച് അത് കഴിഞ്ഞു ഇത്രയും പൈസ ചെലവ് അങ്ങനെ പറയുന്നത് കേട്ടിട്ടേ ഇല്ല. ഒരു നിസ്സാര ഒന്നും വേണ്ട. അച്ചാച്ചൻ്റെ അമ്മമ്മയുടെയൊക്കെ അങ്ങനെ അച്ചാച്ചന്മാരുടെയൊക്കെ ശ്രാദ്ധമൊക്കെ വരുമല്ലോ, അങ്ങനത്തെ സമയത്ത് അത് കഴിക്കുമ്പോഴും അടക്കം എല്ലാ കുടുംബക്കാരെയും വിളിച്ചിട്ടാണ് കഴിക്കുക. അങ്ങനെ അച്ഛൻ എന്തിലും ഒരുപാട് ആൾക്കാർ വേണം. ഒരു എന്താ പറയാ, ഒരു ബന്ധുക്കളുടെ ഒക്കെ സന്തോഷങ്ങളെ പങ്കിടണം ആഗ്രഹമുള്ള ഒരു വ്യക്തി ഒരാളായിരുന്നു. അങ്ങനെ എല്ലാ ആഘോഷങ്ങളും എൻ്റെ അച്ഛൻ അതുപോലെ ആഘോഷിക്കുക, ഒരു പക്ഷഭേദം ഒന്നും ഇല്ലാതെ. അങ്ങനെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല എന്ന് പറയാം. പിന്നെ ഒരുപാട് ഇങ്ങനെ ആർഭാടോ ആഘോഷമൊക്കെ കാണുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും തോന്നാറില്ല. അപ്പോൾ കാരണം എന്താ പറയുക, നിങ്ങളൊക്കെ പറയട്ടെ അമ്മ അവിടെ നല്ല രസമായിരുന്നില്ലേ അമ്മ, അതെങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒന്നും തോന്നില്ല. എന്താ അറിയോ, ഞാനിങ്ങനെയൊക്കെ കണ്ടതല്ലേ ചെറുപ്പം തൊട്ടേ. അപ്പോൾ അത് കണ്ട് എനിക്ക് ഒന്നിലും ഭ്രമിക്കാനുള്ളത് എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഭൂമിയിൽ വരുമെന്നും കൂടി അറിയുന്ന കാലത്തിനേക്കാളും മുമ്പ് ഈ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷം അനുഭവിച്ചു. ആ സന്തോഷം ശരിക്കും എന്താ അറിയാം അമ്മ, ഇത് ഞാൻ പറയാൻ കാരണം എന്താ പറയുക, ഇത് എങ്ങനെ വന്നാലും അമ്മമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ ബാല്യകാലം ഞാൻ കണ്ടിരിക്കുന്നത് നിങ്ങളുടെ അച്ഛനെ തന്നെയാണ്. നമ്മളൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു വ്യക്തി അങ്ങനെ തന്നെയാണ്. ഒരാൾക്ക് ഒരു നന്മ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു വ്യക്തി ആരാന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ അച്ഛൻ തന്നെയാണ്. എന്തിനാന്ന് പറഞ്ഞാൽ കൊടുക്കുമ്പോൾ ഇത് മതിയെന്ന് തോന്നൽ വരാതെ കൊടുക്കും. എന്ന് വെച്ചാൽ അങ്ങോർക്ക് കൊടുക്കുമ്പോൾ അയ്യോ മതി ഇവിടേക്ക് നിർത്താമെന്നൊരു തോന്നൽ വരില്ല. അത് വിഷുവിന് കൊടുക്കുന്ന കൈനീട്ടായാലും വൈകുന്നേരം വരെയും കൊടുത്തുകൊണ്ടുണ്ടാവണ ആ മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നൊരു ഇത്രയും പൈസ ചിലവായാലും ചിന്തിച്ചിരിക്കുന്ന ആളിനെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ അമ്മ ചോറ് വിളമ്പുമ്പോൾ എത്ര വലിയ ആൾക്കാരാണ് ഇരിക്കുക. അത്രയും വരികൾ ഇരുന്ന് എണിച്ച് പോയിക്കൊണ്ടുണ്ടെങ്കിലും ആ മുഖത്തെ പുഞ്ചിരി മായേയില്ല. അത് കാരണം നാട്ടുകാർ അവർക്കൊരു പേര് തന്നു വെച്ചിട്ടുണ്ടായിരുന്നു, അന്നപൂർണേശ്വരി എന്ന് വിളിക്കും. കാരണം എന്താ പറഞ്ഞാൽ ആ ചോറ് വിളമ്പുമ്പോൾ മടിയില്ലാത്ത അങ്ങനത്തെ ചില നല്ല മനുഷ്യർ
അല്ലേ? നല്ല ശുദ്ധ ഹൃദയത്തിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പറഞ്ഞത്. ഇത് നമ്മുടെ അച്ഛനെയോ നമ്മുടെ അമ്മേനെയോ മാത്രം ഫോക്കസ് ചെയ്യാനല്ല. ഇങ്ങനെയും ഒരു കാലമുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഒത്തൊരുമ ഉണ്ടായിരുന്നു, ഒരു കുടുംബം ഉണ്ടായിരുന്നു. ഈ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചിലരൊക്കെ മുറുക്കാനൊക്കെ ഇട്ടിട്ട് അവിടെ ഇവിടേക്ക് ഇരുന്ന് ചില സംസാരങ്ങൾ നമ്മൾ ജനിച്ചതിന് ശേഷം അതൊക്കെ എന്ത് രസമാണല്ലേ. എന്നിട്ട് നമ്മളൊക്കെ ജനിച്ച സമയത്ത് VCR ഒക്കെ ഉള്ള സമയമല്ലമ്മ. അപ്പോഴൊക്കെ സിനിമകൾ, പുതിയ പുതിയ കാസറ്റുകൾ മലയാളം കൊണ്ടിരിക്കും. ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ലൈബ്രറിയിൽ പറഞ്ഞിട്ട് ഇന്ന സിനിമകളുണ്ട് വന്നിട്ട് ഏതോ മാഗസിനിൽ നോക്കിയിട്ട് അവിടുന്ന് കാസറ്റുകളൊക്കെ കൊണ്ടുവരിച്ചു എല്ലാവരും ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് വന്ന് കണ്ടുകൊണ്ടിരിക്കും. ആ ഒരു കാലം, ആ ഒരു സന്തോഷം യഥാർത്ഥത്തിൽ പലവട്ടം ഞാൻ ആലോചിക്കും കേട്ടോ. ഒരുപാട് അമ്മ നമ്മുടെ അച്ഛൻ്റെ ഒപ്പം, എൻ്റെ അച്ഛൻ്റെ ഒപ്പം അങ്ങനെയൊക്കെ ഒരു വിധമൊക്കെ അമ്മ ഒരുപാട് ചുറ്റിക്കറങ്ങി കണ്ടിട്ടുണ്ട്. നമ്മുടെ അച്ഛൻ്റെ ഒപ്പം ഈ ലോകത്ത് എന്തൊക്കെ അനുഭവിക്കാൻ പറ്റും അന്നത്തെ കാലത്തെ 5 സ്റ്റാർ ഹോട്ടലിൽ തൊട്ട് എല്ലാം എൻ്റെ അമ്മ അനുഭവിച്ചു. ഇപ്പോൾ എന്തിനോടും അമ്മയ്ക്ക് വിളിച്ചാൽ താല്പര്യമില്ല, ശരിയാണ്. ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെ എന്താണ് എന്ന് പറയുമ്പോൾ എന്തെന്നെ വലിയ സംഭവങ്ങളും മാർപ്പാടങ്ങളും കണ്ടാൽ അതിനൊന്നും മതിമറന്ന് പോകാറില്ല. അപ്പോൾ പലരും ചോദിക്കും ഇതെന്താ അതിൻ്റെ ഒന്നും പിന്നാലെ പോവില്ല. അതുപോലെ തന്നെ എന്ത് കഷ്ടകാലം വന്നാലും അതിനൊരു വിഷമവും കാണിക്കില്ല. അത് രണ്ടും എനിക്ക് അമ്മേനോട് തോന്നിയിട്ടുള്ളൊരു അതിശയമാണ്. ഇത് അമ്മേനെ അവിടെ നിർത്തിക്കൊണ്ട് അമ്മേനെ പൊങ്ങച്ചം പറയല്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ വരുമല്ലോ. അതൊന്നും വരുമ്പോഴും തളർന്നു പോകാറില്ല. കാരണം എന്താ പറയുക, ഇതെല്ലാം നിങ്ങളുടെ അച്ഛനിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കാരണം നിങ്ങളുടെ അച്ഛന് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് ചില സമയങ്ങളിൽ. ഉയർച്ചകളും താഴ്ചകളുടെ കഥ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ എന്നോട് പറഞ്ഞു തന്ന കഥയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളൊക്കെ ശരിക്കും ജനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തൊട്ടിൽ കിടക്കുന്ന പ്രായത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് മുന്നോട്ട് വന്ന ഒരാൾക്ക് ആ ബുദ്ധിമുട്ടിൻ്റെ വില അറിയാം. അതുകൊണ്ട് മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു കൊടുത്ത മഹത്തായ ഒരു വ്യക്തി. അതുകൊണ്ട് നമ്മളിപ്പോൾ കുറേ ലെജൻസുകളുടെ കഥയൊക്കെ പറയില്ലേ, അവരെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ആരോ എഴുതിയ ചരിത്രം വായിച്ചിട്ടാണ് നമ്മളിതൊക്കെ പറയണത്. ഞാൻ കണ്ട എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഏറ്റവും വലിയ വ്യക്തിയുടെ പേരാണ് അമ്മയുടെ അച്ഛൻ EV വേരാജ് എന്ന് പറഞ്ഞ ആ വലിയൊരു മനുഷ്യൻ. ഇന്ന് നമ്മൾ വിട്ടിട്ട് വർഷങ്ങളായി, പക്ഷെ ആ മനുഷ്യൻ എന്നും എവർഗ്രീനായിട്ട് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ വസിക്കുന്നുള്ളത് സത്യമുണ്ട്. ഇതുപോലെ ആവണം എന്നൊരു തോന്നൽ വരാത്ത ഒരു മക്കളും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലേ? അതുപോലെ ഒരു മക്കളും ഉണ്ടായിട്ടുമില്ല. അതും ആളെന്നും പറയും ഏട്ടനെ പോലെ ഒരാളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എത്രയോ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഏട്ടനെ പോലെ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. സൗന്ദര്യത്തിലായാലും എന്താ പറയുക, വ്യക്തിത്വത്തിലായാലും മനസ്സുകൊണ്ടായാലും അങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങോട്ട് തന്നെ 55 വയസ്സ് കഴിഞ്ഞു. അങ്ങനെ എന്നും പറയും. മാമനിപ്പോ 88 ആയി. അങ്ങനെ പിന്നെ നിങ്ങളൊക്കെ ചോദിക്കില്ലേ അപ്പൊ അമ്മയ്ക്ക് ആരെയമ്മ ഇഷ്ടം എന്ന് പറയുമ്പോൾ ശരി, എല്ലാവർക്കും മക്കളെയാണ് ഇഷ്ടം. പക്ഷേ സത്യത്തിൽ എനിക്ക് എൻ്റെ അച്ഛനെക്കാളും ഇഷ്ടം ആരും ഇല്ല എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തെ ഫസ്റ്റ് ഹീറോ അല്ലേ നിങ്ങൾ കണ്ട. ആ അച്ഛനെക്കാളും ഇഷ്ടപ്പെട്ട ഒരാൾ ഈ ലോകത്തേ ഇല്ല. അത് ഒരു സത്യം ഉണ്ടമ്മ. ഈ ലോകത്ത് സമ്പന്നായാലും ദരിദ്രനായാലും മക്കളുടെ യഥാർത്ഥ ഹീറോ എന്ന് പറഞ്ഞാൽ അത് അച്ഛൻ തന്നെയാണ്. ചിലപ്പോൾ അച്ഛനെ മുമ്പത്ത് പ്രകടിപ്പിക്കില്ല. എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അച്ഛൻ. അതായത് എല്ലാം കൊണ്ടും, സ്വഭാവം കൊണ്ടും വ്യക്തിത്വം കൊണ്ടും എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു അച്ഛനെ കിട്ടണമെന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമല്ലേ. അത് എനിക്ക് കിട്ടിയത് കൊണ്ട് എനിക്ക് അച്ഛൻ തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ദൈവത്തെക്കാളും ഇഷ്ടം എൻ്റെ അച്ഛനെയാണ്. യഥാർത്ഥത്തിൽ വലത്തെ കൈ കൊടുക്കണത് ഇടത്തെ കൈ അറിയാൻ പാടില്ല എന്ന് കാണിച്ചു തന്ന വ്യക്തിയല്ലേ ആള്. പറഞ്ഞിട്ടല്ല, കാണിച്ചു തന്നൊരു വ്യക്തിയാണ് അല്ലേ. എല്ലാവരും സമമായി നോക്കിയൊരു വ്യക്തി. ഭാര്യ വീട്ടുകാരനെയും സ്വന്തം വീട്ടുകാരനെയും മക്കളെയും പേരക്കുട്ടിയോടും പെൺമക്കളുടെ ഭർത്താവിനെയും എല്ലാം ഒരു മാറ്റം വരുത്താണ്ട് എല്ലാവരും ഒരുപോലെ സ്നേഹിച്ച മഹത്തായ ഒരു വ്യക്തി. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചോദിച്ച കാര്യം വേറെ, വന്ന കഥ വേറെയാണ്. അപ്പോൾ അന്നത്തെ ഓണക്കാരെന്ന് പറഞ്ഞ ഓണത്തിൻ്റെ നല്ല ഓർമ്മകളെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ പാടായി വന്നൊരു വാതിലടിച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ ഹോട്ടലിൽ പോയിട്ട് കുറേ കാശ് ചെലവ് ചെയ്യുന്നതല്ല. നമ്മുടെ ആത്മബന്ധങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് നമ്മൾ ഉണ്ടാക്കണ ഭക്ഷണത്തെ ഒരു നുള്ള് സ്നേഹത്തോടെ കഴിച്ച് അമ്മയുടെ മടിയിലൊക്കെ ഒരു 5 മിനിറ്റ് കടന്ന്, അത് എല്ലാ ദിവസവും കിടക്കാം, പക്ഷേ ഓണത്തിനോ വിഷുവിനൊക്കെ പ്രത്യേകിച്ച് ഒന്ന് കിടക്കണം. അപ്പോൾ എന്താ പറയുക, നമ്മുടെ പുണ്യമാണ് നമുക്ക് ജന്മം നൽകിയത് നമ്മുടെ ഒപ്പം ഉണ്ടാവാന്നുള്ളത്. അതിനേക്കാളും വലിയൊരു ആഘോഷം ഈ ലോകത്തേ ഇല്ല. ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ പോയാലും 7 സ്റ്റാർ ഹോട്ടലിൽ പോയാലും എന്ത് കേക്ക് കട്ട് ചെയ്തിട്ട് ഏത് രീതിയിൽ ചെയ്താലും ആ കയ്യിൽ നിന്നൊരു ഉരുള മേടിച്ച് ഇങ്ങനെ കഴിച്ച്, എന്ന് വെച്ചാൽ അച്ഛൻ അമ്മമ്മയൊക്കെ നമ്മുടെ കയ്യിൽ ഒപ്പമില്ല, നമുക്ക് അതിനുള്ള ഭാഗ്യമൊക്കെ അന്ന് നഷ്ടപ്പെട്ടു പോയി വർഷങ്ങളായി. പക്ഷേ അച്ഛനും അമ്മ തന്നെ ചെറിയൊരു ഉരുള അങ്ങനെ കയ്യിൽ മേടിച്ച് സ്നേഹത്തോടു കൂടി നമ്മളതിനെ ഒരു പ്രസാദം കൂടെ കടിച്ച് ആഘോഷിക്കുന്ന ഓരോ ഓണങ്ങളും എത്ര വില കൊടുത്ത് മേടിച്ചാലും കിട്ടാത്ത സൂപ്പർ ലോട്ടറി പോലെയാണ്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ഒരു കൊല്ലത്തിനൊരു വലിയൊരു
എന്താ പറയുക, വലിയൊരു സമ്മാനം കിട്ടുക എന്ന് പറയില്ലേ, അതിന് തുല്യമാണ് മാതാപിതാക്കളിലൊപ്പം ആഘോഷിക്കുന്ന ഓരോ ഓണങ്ങളും. നിങ്ങളുടെയൊക്കെ അച്ഛനമ്മമാരൊക്കെ കുറച്ച് ദൂരെയാണെങ്കിൽ ബുദ്ധിമുട്ടി യാത്ര ചെയ്തിട്ടെങ്കിലും ആ ഓണം അവിടെ നിന്ന് ആഘോഷിച്ച് നോക്കുക. അവിടെ കിട്ടുന്ന ഒരു സന്തോഷം ഈ ലോകത്ത് എവിടെയും കിട്ടില്ല. പിന്നെ എൻ്റെ അച്ഛനില്ലേ, ആൾക്കാരെ എല്ലാവരും നിറയെ അങ്ങനെ ഇരിക്കില്ലേ, അപ്പോൾ ചോറൊക്കെ വിളമ്പുന്ന സമയത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു നോട്ടുണ്ട്. ഓരോരുത്തരിങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോഴും അവർ ആസ്വദിക്കുന്നുണ്ടോ 6, 7 പ്രാവശ്യമൊക്കെ ഇരിക്കേണ്ടി വരും. അത്രയൊന്നും പോരാന്ന് തോന്നുന്നുണ്ട്, ഇതൊക്കെ ഇടുമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അവിടെ വന്നിട്ട് ഒരു പുഞ്ചിരിച്ചിട്ടൊരു പോക്കുണ്ട്. അത് ഇപ്പോഴും എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ. അതൊരു സന്തോഷം ആൾക്ക്. എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോഴുള്ളൊരു സന്തോഷമല്ലേ. അവിടെ വന്ന് ഇങ്ങനെ നോക്കി ഒരു പുഞ്ചിരിയൊക്കെ ചിന്തിച്ചിങ്ങനെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. എന്ത് രസമറിയോ. അതാണ് മനസ്സ്, അതാണ് മനുഷ്യൻ അല്ലേ. അപ്പം ഞങ്ങളുടെ ഓർമ്മയിൽ ആ നല്ല മനുഷ്യനെ ഞങ്ങളിന്ന് ഓർക്കുകയാണ്. ആ നല്ല മനുഷ്യൻ്റെ ഒപ്പം എല്ലാവർക്കും എല്ലാ ദിവസവും ഓണമാണ്. അപ്പം അമ്മയുടെ പഴയ ഓർമ്മകളുടെ ഇനി ബാക്കി കഥകളുണ്ടെങ്കിൽ ഞാൻ പറയാം. ഈ കഥകൾ പറഞ്ഞു വരുമ്പോൾ അച്ഛൻ്റെ കഥയിലേ അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ നാരങ്ങക്കറി, ഇതിന് നാരങ്ങക്കറി എന്നാണ് എൻ്റെ വീട്ടിലൊക്കെ പറയാ. അച്ചാറെന്ന് പറയുന്നത്. അച്ചാറ് പിന്നെ വേറെ രീതിയല്ലേ. ഇത് നാരങ്ങക്കറി. ഇതിങ്ങനെ ഇരിക്കുന്തോറും ഇങ്ങനെ നല്ല ഇതിൽ എരിവും പുളിയും മധുരവും ഒക്കെ കൂടിയിട്ടല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെച്ച് നോക്കൂ കേട്ടോ ഒരിക്കൽ. അപ്പൊ ഇത് കൂട്ടി കഴിക്കാൻ വെക്കൊന്നുമില്ല ഞാൻ. ഇത് ഇപ്പൊ നാരങ്ങക്കറി വെച്ചല്ലേ ഉള്ളൂ. അപ്പൊ ഇന്നിപ്പോ എന്തായാലും ഇനി ഓണം കഴിയുന്നവർ അവരൊന്നും ഉപയോഗിക്കാൻ വരില്ല. ഞാൻ അവരോട് വെച്ച് നോക്കാൻ പറയുന്നത്. അപ്പൊ ഈ സ്റ്റൈലിലൊന്ന് നാരങ്ങക്കറി വെച്ച് നോക്കൂ കേട്ടോ. എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒരു പകുതി നാരങ്ങ എടുത്ത് വെച്ച് നോക്കൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം പുളിപ്പും ഉണ്ടാവും, മധുരം ഉണ്ടാവും, നല്ല എരിവും ഉണ്ടാവും. എല്ലാം കൂടിയിട്ട് നിങ്ങൾക്കിത് ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ കുറച്ച് ദിവസം ഇരിക്കും. പുളിയൊക്കെ വെച്ചതല്ലേ. അപ്പോൾ ഇതൊന്ന് വെച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.